ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗലിന് വിജയം. അയർലൻഡിനെ നേരിട്ട പോർച്ചുഗൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് വിജയിച്ചത്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് പോർച്ചുഗൽ വിജയ ഗോൾ കണ്ടെത്തിയത്. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. റൊണാൾഡോയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങവേ ലഭിച്ച സുവർണ അവസരം ബെർണാഡോ സിൽവ പാഴാക്കി. രണ്ടാം പകുതിയിൽ പോർച്ചുഗൽ ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും അയർലൻഡ് ഗോൾ കീപ്പർ കെലഹറുടെ മികച്ച പ്രകടനം ഗോൾ തടഞ്ഞു. 73-ാം മിനിറ്റിൽ പോർച്ചുഗലിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്ത പെനാൽറ്റി കെലഹർ രക്ഷപ്പെടുത്തി. മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് തോന്നിക്കവേ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ ട്രിങ്കാവയുടെ തകർപ്പൻ ക്രോസിൽ നിന്ന് റൂബൻ നെവസിന്റെ ഹെഡർ ഗോൾ പോർച്ചുഗലിന് വിജയം സമ്മാനിച്ചു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 70% ബോൾ പൊസിഷൻ പോർച്ചുഗലിനായിരുന്നു. 30 ഷോട്ടുകളാണ് പോർച്ചുഗൽ ആകെ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 674 പാസുകൾ 91% കൃത്യതയോടെ പോർച്ചുഗൽ പൂർത്തിയാക്കി. അയർലൻഡ് ആകട്ടെ 2 ഷോട്ടുകൾ മാത്രമാണ് തൊടുത്തത്. ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റിൽ ഉണ്ടായിരുന്നില്ല. ഈ വിജയത്തോടെ ലോകകപ്പ് യോഗ്യതയിൽ ഗ്രൂപ്പ് എഫിൽ 3 കളിയിൽ 3 വിജയിച്ച് പോർച്ചുഗൽ 1-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.